കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഉസ്താദിൻ്റെ വാഹനം വേറൊരു ഉസ്താദ് തന്നെ കത്തിക്കുമോ എന്നുള്ളൊരു ചോദ്യമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പോലീസ് പറഞ്ഞ കണക്കിനും ആളെ പിടികൂടിയ കണക്കിനും റിമാൻഡ് ചെയ്ത കണക്കിനും അദ്ദേഹം തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? ഉറപ്പിക്കാം. അപ്പോൾ അദ്ദേഹം എന്ത് വൈരാഗ്യമാണെന്നുള്ളത് അറിഞ്ഞു വേണം. വൈരാഗ്യമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഞാൻ മുമ്പ് ജോലി ചെയ്താവട്ടെ ഇടയാവട്ടെ എൻ്റെ കാറ് കത്തിക്കേണ്ട ആവശ്യമില്ല. ഇത് കമ്മിറ്റി എല്ലാം ജമാഅത്ത് കൂടിയിട്ട് തീരുമാനിച്ച് അയാൾ പറഞ്ഞയച്ചതാണ്. അപ്പോൾ അതിൽ എൻ്റെ കാറ് കത്തിക്കാൻ മാത്രം അയാൾക്ക് ഞാനൊരു കുറ്റവും അയാൾക്ക് ചെയ്തിട്ടില്ല. അതെ, അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വൈരാഗ്യം എന്നുള്ളത് നിങ്ങളെ കാറ് കത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇല്ലല്ലോ, അത് ഒരിക്കലും ഇല്ലല്ലോ. അത് കമ്മിറ്റി വളരെ അതിനെ ആലോചിച്ചിട്ട് തന്നെയാണ് തീരുമാനം എടുത്തത്. ഓക്കെ. പാസ്പോർട്ട് ഇതിനകത്ത് ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്, രേഖകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത്. അത് ആരുടെ പാസ്പോർട്ടൊക്കെ നഷ്ടപ്പെട്ടത്? എന്താണ് അതിന്റെ കാരണം? എന്താണ്? അത് എൻ്റെ വൈഫിൻ്റെതും അതേപോലെ എൻ്റെ 9 മാസത്തിൻ്റെ കുഞ്ഞിൻ്റെ. അത് പുതിയതായിട്ട് നമ്മൾ എടുത്തതേ ഉള്ളൂ. എടുത്തിട്ട് ഒരു 10-15 ദിവസമായി. ആ പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയി വന്ന് അതിന്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് കാറിൽ വെച്ചതായിരുന്നു രേഖകൾ അല്ലേ? ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് പോസ്റ്റ് ഓഫീസിൽ കളക്ട് ചെയ്തിട്ട് വന്നിട്ട് പിന്നെ പുറത്തുണ്ടായിരുന്നു, എൻ്റെ റൂമിൽ വെച്ചിരുന്നു. പിന്നെ അത് ഈ ഉംറക്ക് പോകുന്നതിൻ്റെ വിസ അടിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് കാറിൽ ഒരു കുറച്ച് ദിവസം മുമ്പ് വെച്ചതായിരുന്നു.